So how do you differentiate hate speech from free speech? Free speech and hate speech. Free speech എന്ന് പറഞ്ഞാൽ you speak your mind. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. അതിനാണ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിനെയാണ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ കലയിലായാലും അല്ലെങ്കിൽ അല്ലാതെയും പറയാനായിട്ടുള്ള നിങ്ങളുടെ അധികാരം, ആവശ്യം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയപ്പെടാനുള്ള അവകാശം, അത് വളരെ പ്രധാനമാണ് ഫ്രീ സ്പീച്ചിൽ. ചിലരും ഭയപ്പെടാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല എന്ന് കരുതി ഉള്ളിലൊതുക്കി ചുമയൊതുക്കുന്നത് പോലെ, പ്രണയം ഒതുക്കുന്നത് പോലെ നടക്കുന്നവരാണ്. ഈ ചുമയും പ്രണയവും ഒതുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഭയവും ഒതുക്കാൻ പറ്റില്ല. ഞാൻ ഈ ഫ്രീ സ്പീച്ചിലെ ഏറ്റവും വലിയ നമ്പർ 1 ഐറ്റമായിട്ട് കാണുന്നത് ഭയക്കാനുള്ള അവകാശമാണ്. ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആസ്ഥാന ബുദ്ധിജീവികളെയും ബുദ്ധി കൂടിയവരെയും ബുദ്ധി മൂത്തവരെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ അടിസ്ഥാനപരമായിട്ട് അവരുടെ എല്ലാ ആശയങ്ങളും ചിന്തകളും ഭയത്തിൽ നിന്ന് വരുന്നു എന്നാണ്. ഭയാധിഷ്ഠിതമായ തീരുമാനങ്ങൾ, അവരുടെ മിതത്വവും അവരുടെ മര്യാദയും സംസ്കാരവും അവരുടെ ആക്രമണോത്സുകതയെല്ലാം അടിസ്ഥാനപരമായി അവരിൽ കുറുകി ഇരിക്കുന്ന ഭയം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. വ്യക്തിക്ക് ഭയമുണ്ട്. നമ്മൾ ഇരപിടിയന് വിധേയമാക്കപ്പെടാവുന്ന ഒരു സ്ട്രക്ചറുള്ള ഒരു ഓർഗാനിസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മളെ ഹനിക്കാവുന്ന ഒരുപാട് വിഷപ്പാമ്പ് തൊട്ട് ഒരുപാട് ജന്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഭയം നമുക്ക് എന്തായാലും നമ്മുടെ സെറിബ്രൽ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സാമൂഹിക കാര്യങ്ങൾ ആളുകളെ എത്ര സംസാരിക്കുന്നത്, അതാണ് ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അനുവദിക്കാന്ന് മാത്രമല്ല, നിങ്ങളെ അനുവദിക്കാന്ന് കൂടി അതിന് അർത്ഥമുണ്ട് കേട്ടോ. അതുകൂടെ മനസ്സിലാക്കുക. നിങ്ങളെ അനുവദിക്കുന്നുണ്ടോ? നിങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ കോടതി അംഗീകരിക്കാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ഓഫ് കോഴ്സ് അവിടെ നിങ്ങൾ മിതത്വം പാലിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങളെ അനുവദിക്കാതിരിക്കുന്ന കാര്യം അതുകൂടെ ഈ ഫ്രീ സ്പീച്ചിന്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കണം. പിന്നെ ഹേറ്റ് സ്പീച്ച് എന്ന് പറയുന്ന ബേസിക്കലി അതൊരു ഒപ്പീനിയൻ ആണ്. ബേസിക്കലി ഹേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോടോ വിഭാഗത്തോടോ ഉള്ള വെറുപ്പ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള സംസാരം, പ്രചരണം, എഴുത്ത് എന്നൊക്കെ ഉള്ളതാണ്. ഉദാഹരണമായിട്ട് മതങ്ങൾ, ഫോർ എക്സാമ്പിൾ ഖുറാൻ ഒരു പുസ്തകം എടുത്തു നോക്കണം. അത് ഹേറ്റ് സ്പീച്ചിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അടിമുടി അതിനകത്ത് ഹേറ്റ് സ്പീച്ചാണ്. ഞാനൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഏതെങ്കിലും ഇപ്പം മേൻ കാഫ് ഹിറ്റ്ലറുടെ, അതിൽ ജൂതർക്കെതിരെ പിന്നെ മറ്റ് വർഗക്കാർക്കെതിരെ, ബൈബിളിലെ ജെൻഡെയിൽസ് നിന്ദ്യമായിട്ട് പരനിന്ദ, അന്യനോടുള്ള വെറുപ്പ്, വിദ്വേഷം, ഇത് പാർട്ടികളുടെ ഇതിനകത്തുണ്ട്. മുഖ്യ ശത്രു ഇന്നാരാണ്, അല്ലെന്നുണ്ടെങ്കിൽ ബൂർഷ ക്ലാസ്, ഇതെല്ലാം ഹേറ്റ് സ്പീച്ച് തന്നെയാണ്. ഇതെല്ലാം ഹേറ്റ് സ്പീച്ച്. ഒരു വ്യക്തിക്ക് ചെറു സമൂഹം, വലിയ സമൂഹം, ദേശം, ഭാഷ പരമായിട്ട് അന്യനെ തുല്യനായി കണ്ടില്ലെങ്കിലും അന്യനെ ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത എല്ലാ ഭാഷണങ്ങളും എഴുത്തുകളും സംസാരങ്ങളും ഹേറ്റ് സ്പീച്ചാണ്.